ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവരും ദയവായിട്ട് കാണുക. കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ എല്ലാവരും തയ്യാറാവണം പ്ലീസ്. 23 വയസ്സുള്ള നമ്മുടെ കുഞ്ഞനിയനെ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അശ്വിൻ രാജേന്ദ്രൻ എന്ന 23 വയസ്സുള്ള യുവാവ് വല്ലാത്ത ക്ഷീണവും തലകറക്കമൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് അതൊരു ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത്. ആ ക്യാൻസറിന്റെ പേരാണ് MDS-MLD, അതായത് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം വിത്ത് മൾട്ടി ലീനേജ് ഡിസ്പ്ലാസിയ. ഇത് വളരെ റെയർ ആയിട്ട് മാത്രം വരുന്ന ഒരു ബ്ലഡ് ക്യാൻസർ ആണ്. സാധാരണ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വരാറ്. പക്ഷേ നിർഭാഗ്യവശാൽ അശ്വിൻ ഈ രോഗം വന്നിരിക്കുവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വെല്ലൂരുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഹീമറ്റോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ആയിരിക്കുവാണ് അശ്വിൻ. ഈ ക്യാൻസറിന് ആകെയുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ്. പക്ഷേ സ്റ്റെം സെല്ല് മാച്ച് ആകുന്ന ഒരു ഡോണറെ കണ്ടുപിടിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അശ്വിൻ്റെ സഹോദരൻ അജയിൻ്റെ സ്റ്റെം സെല്ലുമായിട്ട് 60% മാച്ച് ആയതുകൊണ്ട് തന്നെ അജയനെ ഡോണർ ആക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും 30 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് വേണ്ടത്. പിന്നെ ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് സമയത്ത് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പൈസ പിന്നെയും കൂടുന്നതാണ്. ഡോണറായിട്ടുള്ള ചേട്ടൻ അജയ് UK എഡിംബ്രോയിലെ ഒരു കെയർ ഹോമിലെ കെയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ UK വന്ന കടവും പിന്നെ നാട്ടിലെ ഓരോരോ പ്രാരബ്ധങ്ങളും ഒക്കെ ആയിട്ട് ആ കുടുംബം ആകെ ബുദ്ധിമുട്ടുമാണ്. 2 മാസത്തിനകം പൈസ കണ്ടെത്തണമെന്നാണ് വെല്ലൂരിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അശ്വിൻ്റെ അവസ്ഥ ക്രിട്ടിക്കലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂക്കിൽ കൂടിയും അതിൻ്റെ വായിൽ കൂടിയൊക്കെ ചോര ഛർദ്ദിക്കുവാണ്. ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് 24 മണിക്കൂർ പോലും ശരീരത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നിസ്സഹായമായ ഒരു അവസ്ഥയാണെന്ന് ഓർക്കണേ. കുറച്ചെങ്കിലും കരുണയുള്ളവർ അശ്വിനെ സഹായിക്കണം. ഒരു കുടുംബം മുഴുവൻ തകർന്നിരിക്കുവാണ്. അവർ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി അവർ ഓരോരുത്തരുടെ അടുത്ത് യാചിക്കുവാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ആ ചെറുപ്പക്കാരന് ഒരു ആശ്വാസമാകുന്നതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഇതുള്ളൂ. നമ്മുടെ ആ ഒരു സഹോദരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കൂടെ നിൽക്കണം. അശ്വിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗോഫണ്ടിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ കൊടുക്കാം. ദയവേത് ഇതെല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ ആ ഒരു കനിവിന് വേണ്ടിയിട്ട് ആ ഒരു കുടുംബം ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാണ്.